അദൃശ്യത്വ അധികരണം. അപ്പം ഈ അദൃശ്യത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് അദൃശ്യത്വാദി ഗുണം എന്ന് നമുക്ക് പറയാം. ഇവിടെ ഗുണം എന്നുള്ളൊരു പ്രയോഗമാണ്. ഈ അദൃശ്യത്വാദികൾ ഗുണകഃ അദൃശ്യത്വാദി ഗുണകോ ധർമ്മോക്തേഹേ എന്ന് പറയുന്ന സൂത്രം 21-ാമത്തേത്. അപ്പോൾ ഈ അദൃശ്യത്വാദി ഗുണകം എന്ന് പറയുമ്പോൾ അദൃശ്യത്വാദി ഗുണമുള്ളവൻ ഗുണകഃ, അദൃശ്യത്വാദി ഗുണമുള്ളവൻ പരമാത്മാവ് തന്നെ. ധർമ്മോക്തേഹേ അതായത് പരമാത്മാവിനെ സംബന്ധിച്ച് എന്തൊക്കെയാണോ ഉള്ളത് അതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ അദൃശ്യത്വം തുടങ്ങിയിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത് പരമാത്മാവിനെ കുറിച്ച് തന്നെയാണ് എന്ന്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്, ഏത് ഉപനിഷത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? മുണ്ടകോപനിഷത്തിലെ 1:1-5 യത്തദൃശ്യം അഗ്രാഹ്യമഗോത്രമവർണമചക്ഷുശ്രോത്രം തതപാണിപാതം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യദ്ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ. ഈ മന്ത്രം ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഇവിടെ ഇനി പറയാൻ പോകുന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് ഭൂതയോനി എന്നൊരു പ്രയോഗം ഈ മന്ത്രത്തിൽ കിടപ്പുണ്ട്. യദ്ഭൂതയോനിം. അപ്പോൾ ഈ ഭൂതയോനി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ ഇവിടെ ഈ അദ്രേശ്യം അഗ്രാഹ്യം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രയോഗം ഉണ്ടല്ലോ, യത്തദൃശ്യം, മുണ്ടകോപനിഷത്തിലെ 1:1-5-6. മുണ്ടകോപനിഷത്തൊക്കെ നമ്മൾ പഠിച്ച ഉപനിഷത്താണല്ലോ. അപ്പോൾ അത് കാരണം അത് എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ റെഫർ ചെയ്യാൻ പോകുന്ന ഈ അദൃശ്യത്വാധികരണത്തിൽ നമുക്ക് ഉള്ളത് 21-ാമത്തെ സൂത്രം 21, പിന്നെ 22 ഉണ്ട്, 22, 23, അങ്ങനെ 3 സൂത്രങ്ങളാണ് ഈ ഒരു അധികരണത്തിലുള്ളത്. അപ്പോൾ ഈ 3 സൂത്രങ്ങളിലൂടെ പറയുന്നത് ഈ ഭൂതയോനി എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ സമർത്ഥിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ചുരുക്കം, ചുരുക്കം ഇതാണ്. ഭൂതയോനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതയോനി ഭൂതങ്ങളുടെ കാരണം എന്താണെന്നുള്ളത്. ഭൂതങ്ങളുടെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം. ഇപ്പം പ്രപഞ്ചോത്പത്തി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ പ്രപഞ്ചം ഉണ്ടായത് എന്തിൽ നിന്നാണ്? ഇത് പല പ്രാവശ്യം പലയിടത്തും ആവർത്തിച്ചിരിക്കുന്നതാണ്. പ്രപഞ്ചമുണ്ടായത്, പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ഇവിടുത്തെ ചർച്ചാ വിഷയം ഇത് ഈ സാഖ്യ സിദ്ധാന്തത്തിലെ ഇപ്പം പ്രകൃതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് സാഖ്യ സിദ്ധാന്തം. അപ്പോൾ അത് പ്രകൃതിയാണെല്ലാം, പ്രകൃതിയിൽ നിന്നാണ് എല്ലാം ജനിച്ചത്. അപ്പോൾ ഈ സിദ്ധാന്തങ്ങൾക്കൊക്കെ വളരെ ഈസിയായിട്ട് ജനഹൃദയത്തിൽ ഇടവും കിട്ടും. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അധികം ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ തന്നെ പ്രകൃതിയാണെല്ലാം, പ്രകൃതിയിൽ ചിലർ പ്രകൃതിയിലെ ശക്തികളെ ദേവതകളായിട്ട് ആരാധിച്ചു. ഇതൊക്കെ എന്ന് പറയുന്നത് അധികം ഇതിനകത്തൊന്നും ഫിലോസഫി തത്വവിചാരത്തിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. സാധാരണ ബുദ്ധിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം പ്രകൃതിയിൽ നിന്നാണ്. അപ്പം പ്രകൃതിയുടെ തന്നെ 2 രൂപങ്ങൾ, ഒന്ന് വ്യക്തമാണ്, മറ്റത് അവ്യക്തമാണ്. അവ്യക്തത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ളതുണ്ടായി. പ്രകൃതിയിലെ മൂലകാരണമായിട്ടിരിക്കുന്ന പ്രകൃതിയുടെ ഒരു അവ്യക്ത രൂപമാണ്. അതിൽ നിന്നും ഈ സ്ഥൂല രൂപമായിട്ടുള്ള പ്രകൃതി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക്, അതായത് വിസിബിൾ യൂണിവേഴ്സ്, നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഈ പ്രപഞ്ചം ഉണ്ടായത് ഈ അറിയപ്പെടാത്ത അവ്യക്തമായി കിടന്ന ഒരു പ്രകൃതിയിൽ നിന്നാണ്. ആ പ്രകൃതിയാണ്, ഈ അവ്യക്ത രൂപത്തിൽ കിടക്കുന്ന പ്രകൃതിയാണ് സാഖ്യമതത്തിലെ പ്രധാനം എന്ന് പറയുന്നത്. അപ്പം പ്രധാനം, പുരുഷനും പ്രധാനവും, ഇത് രണ്ടുമാണ്. നമ്മൾ പ്രകൃതി നമ്മൾ പറയുമ്പോൾ സാഖ്യമതത്തിൽ പറയുന്നത് പ്രധാനം എന്ന് പറയും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം പ്രധാനത്തിൽ നിന്നാണ്, പ്രധാനമാണ് എല്ലാത്തിനും കാരണമായിട്ടുള്ളത് എന്ന്. അപ്പം പ്രധാനത്തിൻ്റെ ഈ 3 ഗുണങ്ങളുണ്ടല്ലോ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇങ്ങനെ ഈ ഗുണത്തെക്കുറിച്ചൊക്കെ വളരെയധികം പഠനം നടത്തിയിട്ടുള്ള ശാസ്ത്രമാണല്ലോ ഈ സാഖ്യ സിദ്ധാന്തം. അപ്പോൾ അവരാണ് ഈ ത്രിഗുണങ്ങളെക്കുറിച്ചുള്ളതിനെക്കുറിച്ചുള്ളതെല്ലാം ആ രീതിയിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയും ഗുണങ്ങളുടെ വിഷമാവസ്ഥയും എന്ന് പറഞ്ഞിട്ട് ഗുണങ്ങളുടെ സാമ്യ രൂപമായിട്ട്
അതായത് ഇതിനെ പ്രധാനം എന്ന് പറയുന്നു. സാമ്യരൂപമായിട്ടുള്ള പ്രധാനം എന്ന് പറയുന്നത്. ആ പ്രധാന എന്ന് പറയുന്നത് അത് അവ്യക്ത രൂപവുമാണ്. അപ്പോൾ അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനത്തെ ആവാം. അപ്പോൾ ആ പ്രധാനത്തിൽ നിന്നാണല്ലോ ഇപ്പം ഭൂതയോനി എന്ന് പറയുമ്പോൾ, നമ്മൾ ഭൂതം എന്ന് പറയുമ്പോൾ ഈ കാണപ്പെടുന്നതെല്ലാം എന്ന് പറയുമ്പോൾ സചേതനവും അചേതനവുമായിട്ടുള്ള ഇവിടെ കാണപ്പെടുന്നതെല്ലാം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മുടെ കൺമുമ്പിൽ നിന്നും മറഞ്ഞു പോയാൽ അത് എങ്ങോട്ടേക്ക് മറയുന്നു എന്നാണ്. അപ്പോൾ പലതും നമ്മുടെ കണ്ണിന് മുമ്പിൽ നിന്ന് മറഞ്ഞു പോകുന്നു. അപ്പോൾ ഈ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോകുന്നത് കൺമുമ്പിലേക്ക് വരുന്നു, കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോകുന്നു. മനസ്സിലേക്ക് വരുന്നു, മനസ്സിൽ നിന്ന് മറഞ്ഞു പോകുന്നു. ബുദ്ധിയിലേക്ക് വരുന്നു, ബുദ്ധിയിൽ നിന്ന് മറഞ്ഞു പോകുന്നു. ജീവിതത്തിലേക്ക് വരുന്നു, ജീവിതത്തിൽ നിന്ന് മറഞ്ഞു പോകുന്നു. ഇതൊരു തുടർച്ചയാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വരുന്നതിന് മുമ്പ് അതെവിടെയായിരുന്നു, വരുന്ന സമയത്ത് അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നിടത്തോളം സമയം അതിനൊരു അസ്തിത്വം നമ്മൾ കാണുന്നു, പ്രാധാന്യം നമ്മൾ കാണുന്നു. അതൊക്കെ ശരിയാണ്. പിന്നീട് അതെങ്ങോട്ടോ മറഞ്ഞു പോകുന്നു, എല്ലാം മറഞ്ഞു പോകുന്നു. അപ്പോൾ അങ്ങനെ മറഞ്ഞു പോകുമ്പോൾ നമ്മളെങ്ങോട്ട് ഇത് മറഞ്ഞു പോകുന്നു എന്നാണ് ഇത് പറയുമ്പോൾ, ഇപ്പം പ്രകൃതിയിൽ നിന്നാണ് വന്നതെങ്കിൽ പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങുന്നു. ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അപ്പം പ്രകൃതിയിൽ നിന്ന് വന്നു പ്രകൃതിയിലേക്ക് മടങ്ങുന്നു. അപ്പോൾ ഇതനുസരിച്ച് സംസ്കൃതത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, പ്രകൃതി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ സൂക്ഷ്മഭൂതങ്ങളിലേക്ക് മടങ്ങി, സ്ഥൂലഭൂതങ്ങളെല്ലാം സൂക്ഷ്മഭൂതങ്ങളിലേക്ക് മടങ്ങി. പഞ്ചഭൂതങ്ങളുടെ തന്നെ സ്ഥൂല രൂപമെല്ലാം സൂക്ഷ്മരൂപത്തിലേക്ക് മടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ജീവഗതിയും എന്നുള്ളതും അതുകൊണ്ട്. അപ്പം ജീവന്മാർ ഈ സചേതനത്വം കാണിക്കത്തക്ക വിധത്തിൽ പ്രകടമാകുന്നു. പിന്നീട് ആ സചേതനത്വം ഇല്ലാത്ത രീതിയിൽ എന്ന വണ്ണം തിരിച്ചു മടങ്ങുന്നു. ഈ മാതിരിയുള്ള പ്രതീതികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടവ എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം കിട്ടുന്നത്. അപ്പോൾ ഈ സൃഷ്ടിക്കപ്പെട്ടവയുള്ളതെല്ലാം അതിൻ്റെ കാരണമായിട്ട്, അതാണ് ഭൂതയോനി എന്നുള്ള പ്രയോഗം. അപ്പോൾ അതിൻ്റെ എല്ലാം കാരണമായിട്ട് എന്താണുള്ളത്, ഈ ചോദ്യത്തിനാണ് അവിടെ പ്രധാനം എന്ന രീതിയിൽ കൂടുതലും വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് വന്ന് പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ഇത് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒന്നാണ്. അധികം ചിന്തിക്കേണ്ടി വരുന്ന ഒന്നല്ല. അധികം ഇതിനകത്ത് അതൊരു വലിയ വിഷയമൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കുന്നതിനകത്ത് അതൊരു യുക്തിക്ക് യോജിക്കുന്നതാണ്. അത് യുക്തിക്ക് നിരക്കാത്തതെന്നല്ലല്ലോ, യുക്തിക്ക് നിരക്കുന്നതുമാണ്. പ്രകൃതിയിൽ നിന്ന് വന്ന് പ്രകൃതിയിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയാൽ ഭൂതയോനി എന്ന് പറയുന്നത് പ്രകൃതിയാണ് എന്ന് പറയേണ്ടി വരും. അപ്പം ഇവിടെ നമ്മൾ പ്രകൃതി എന്ന് പറയുന്നു. പക്ഷേ ഇത് സാഖ്യ സിദ്ധാന്ത പ്രകാരം ആ പ്രകൃതിയെ പറഞ്ഞ് മൂലപ്രകൃതി അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം, പുരുഷനും പ്രകൃതി എന്ന് പറയുന്ന ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ, ആ രണ്ടെണ്ണത്തിലെ പ്രകൃതി എന്ന് അവിടെ പറയുന്നത് പ്രധാനം എന്നുള്ള വാക്കലാണ്. അപ്പം പ്രധാനം ആണ് ഈ ഭൂതയോനി എന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനത്തെയാണ് എന്ന വാദം ഇവിടെ കൊണ്ടുവരാം. അതിന് കാരണവുമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള ഈ പ്രകൃതി എന്ന് പറയുന്നത് ദൃശ്യമാണ്. പക്ഷെ ഭൂതയോനി എന്ന് പറയുന്ന പ്രധാനമാവട്ടെ അദൃശ്യവുമാണ്, ദൃഷ്ടിഗോചരമല്ല. അങ്ങനെ വരുമ്പോൾ അദൃശ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അദൃശ്യം എന്നതിൻ്റെ ഛാന്ദസ പ്രയോഗമാണ് അദൃശ്യം. യത്തത് യത്ത് യാതൊന്നാണോ തത് അത് അദൃശ്യം, ദൃഷ്ടിഗോചരമല്ലാത്തത് അദൃശ്യം. പിന്നെ അതുപോലെ പറയുമ്പോഴല്ലോ അഗ്രാഹ്യം, ഗ്രഹിക്കുവാൻ സാധിക്കാത്തത്. പിന്നെ അഗോത്രം, ഗോത്രമല്ലാത്തത്. അവർണം, വർണ്ണമല്ലാത്തത്. അചക്ഷുശ്രോത്രം, ചക്ഷുശ്രോത്രം ഇല്ലാത്തത്. അപാണിപാദം, തദപാണിപാദം, അത് പാണിപാദങ്ങൾ ഇല്ലാത്തത്. പാണിയും പാദവും, കൈകാലുകൾ ഇല്ലാത്തത്. നിത്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ഈ പ്രകൃതിയുടെ തന്നെ മൂലരൂപമായ പ്രധാനത്തിന് യോജിക്കുന്നതാണ് എന്നാണ് ഇവിടെ കൊണ്ടുവരുന്ന വാദം. എല്ലാം പ്രകൃതിയിൽ നിന്ന് വന്നു പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങി. ഇത് സാധാരണ ആര് കേട്ടാലും ഇതുവരെ ഒന്നും പഠിക്കാത്ത, വേദാന്തം എന്താണെന്ന് ഒന്നും തന്നെ അറിയാത്തവർ സാധാരണഗതിയിൽ
അവനവൻ്റെ തന്നെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയാണ് പ്രകൃതിയിൽ നിന്ന് വന്ന് പ്രകൃതിയിലേക്ക് മടങ്ങുന്നു എന്നുള്ളത്. സ്ഥൂല രൂപമായിട്ട് കാണുന്നതെല്ലാം സൂക്ഷ്മ രൂപത്തിലേക്ക് മടങ്ങുന്നു. പിന്നെ അവർക്ക് അതിനകത്ത് ന്യായവും കൊണ്ടുവരാം. എന്നാൽ ഇവിടെ അത് ആ ഒരു കാര്യം ഈ മന്ത്രത്തിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മന്ത്രത്തിന് പിന്നെ ഒരു പ്രാധാന്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാവുന്നൊരു കാര്യം മന്ത്രം പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് മന്ത്രം വിശിഷ്ടപരമാണ്, അതുകൊണ്ട് മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് സത്യം എന്ന് പറഞ്ഞ് നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പം മന്ത്രത്തിൽ ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ സാധാരണ ബുദ്ധി കൊണ്ട് നേരിട്ടറിയുവാനോ ഊഹിക്കുവാനോ രണ്ടുമുണ്ട്. രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, നേരിട്ടറിയുവാനോ ഊഹിക്കുവാനോ. അങ്ങനെ ഈ നേരിട്ടറിയുക എന്ന് പറയുമ്പം പ്രത്യക്ഷം, ഊഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അനുമാനം എന്നുള്ളത് വരും. അപ്പം നേരിട്ട് ഈ പ്രത്യക്ഷമായിട്ട് അറിയാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രമാണം കൊണ്ടറിയാൻ സാധിക്കുന്നതോ അനുമാന പ്രമാണം കൊണ്ടറിയാൻ സാധിക്കുന്നതോ. അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് നമുക്കുള്ളത്. അനുമാനം കൊണ്ടും ഊഹിക്കാൻ സാധിക്കുന്നതും അറിയാൻ സാധിക്കുന്നതുമായിട്ടുള്ളത് വേദത്തിൽ പറയേണ്ട കാര്യമില്ല. വേദത്തിൽ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമില്ല, അറിയാവുന്ന കാര്യമാണ്. അപ്പം വേദത്തിൽ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വിധത്തിലും അറിയാൻ പറ്റാത്തതാണ് വേദത്തിൽ അറിയിക്കുന്നത്. ഈ രണ്ട് വിധത്തിലും അറിയാൻ പറ്റാത്തതിനെയാണ് ഉപനിഷത്ത് അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുണ്ടകോപനിഷത്തിനകത്ത് ഈ ഭൂതയോനി എന്ന് പറഞ്ഞിരിക്കുന്നത് യാതൊരു കാരണവശാലും പ്രകൃതി അല്ല എന്ന്. അതാണ് നമ്മൾ ഭൂതയോനി, പ്രകൃതിയല്ല. അപ്പം പ്രകൃതി അല്ലെങ്കിൽ പിന്നെ ആരെയാണ് പറഞ്ഞിരിക്കുന്നത്? പിന്നുള്ളത് അപ്പം നമുക്ക് സാധാരണ ബുദ്ധിയിൽ രണ്ടെണ്ണം ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഒന്ന് പ്രകൃതി, രണ്ട് ജീവാത്മാക്കൾ എന്ന് പറയും, ജീവന്മാരെന്ന് പറയും. ജീവാത്മാക്കൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയുന്നതും ജീവന്മാരെന്ന് പറയുന്നതും ജീവികൾ എന്ന് പറയുന്നത്, ഈ മൂന്ന് തരത്തിലുള്ള പ്രയോഗവും ജീവാത്മാക്കള്, ജീവന്മാര്, ജീവികൾ, ഈ മൂന്ന് ഒരേ അർത്ഥത്തിൽ തന്നെയാണ് എല്ലാ സാധാരണ ആൾക്കാരും പ്രയോഗിക്കുന്നത്. ജീവനുള്ളതും ജീവനില്ലാത്തതും എന്ന് പറയുന്നതിനകത്ത് ഒരു ദേഹം വിട്ടാൽ ജീവൻ പോയി, ദേഹം എടുക്കുമ്പോൾ ജീവൻ വന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗത്തിനെല്ലാം സാധാരണ ബുദ്ധിയിൽ പറയുന്നത് അത് ഈ ജീവാത്മാക്കൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. ജീവന്മാർ എന്ന അർത്ഥത്തിലാണ്. അത് ജീവിച്ചിരിക്കുന്നു, ജീവിതം മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നു, ഇങ്ങനെയാണ്. ജീവിക്കുന്നു, പിന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നു, പിന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നു, ഇങ്ങനെ ആ ജീവിതം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മൾ ഈ പല ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കണ്ടല്ലോ, പലയിടത്തുമാണ്. ഇപ്രകാരം ഇവിടെ കാണുമ്പോൾ ഈ ജീവന്മാർ, ഏതെങ്കിലും ഒരു ജീവനെ തന്നെ ഉദ്ദേശിച്ചു, ആ ജീവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീവന്മാരാണ് ഈ ഭൂതജാലങ്ങൾക്കെല്ലാം കാരണമായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ പറയുകയാണ് പ്രകൃതി മാത്രമല്ല, പ്രകൃതിയെ കൊണ്ട് സൃഷ്ടി നടക്കുക സാധ്യമല്ല, അതിൽ ജീവനും കൂടെ ഉണ്ട്. അപ്പം ജീവൻ്റെയും കൂടെ ഉണ്ട്, സൃഷ്ടിക്ക് കാരണമായിട്ട് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പറയാം ജീവന്മാരാണ് സൃഷ്ടിക്ക് കാരണമെന്ന് പറയാം. ഇത് ജസ്റ്റ് കാരണം, സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എടുക്കാവുന്ന ചില കാരണങ്ങളാണിത്. അല്ലെങ്കിൽ ജീവികൾ, അല്ലെങ്കിൽ ജീവന്മാർ, അല്ലെങ്കിൽ ജീവാത്മാക്കൾ, അതാണ് പ്രകൃതി, അതാണ് ഭൂതങ്ങൾക്ക് കാരണമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സർവ്വ ജീവികൾക്കും കാരണമായത് അതിനു മുമ്പുള്ള ജീവികളായിരുന്നു. അത് മനുഷ്യരാവട്ടെ, മൃഗങ്ങളാവട്ടെ, സസ്യങ്ങളാവട്ടെ, എന്താണെങ്കിലും ഇപ്പോൾ ജീവനുള്ളവയ്ക്കെല്ലാം കാരണം മുമ്പ് ജീവനുണ്ടായിരുന്ന അവരുടെ മാതാപിതാക്കളുടെ സ്ഥാനത്തുള്ളവരായിരുന്നു. അതിനു മുമ്പ് കാരണമായിട്ടുള്ള അതിനു മുമ്പുണ്ടായിരുന്ന ജീവികളായിരുന്നു, അല്ലെങ്കിൽ ജീവന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനായിരുന്നു എന്ന് പറയും. ജസ്റ്റ് ജീവൻ എടുക്കാം. അപ്പം ജീവനാണ് ജീവൻ്റെ കാരണമായത്, വീണ്ടും ജീവനാണ് ജീവൻ്റെ കാരണമാകുന്നത്. അങ്ങനെ വരുമ്പോൾ ജീവനാണ് ഈ ഭൂതയോനി, ജീവികൾക്ക് കാരണമായിട്ട് നിൽക്കുന്നത് ജീവനാണ് എന്നും, ജീവികൾക്ക് കാരണമായിട്ട് നിൽക്കുന്നത് ജീവനും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാത്തിനും കാരണമായിട്ട് നിൽക്കുന്നത് പ്രധാനമാണ്. ഇപ്രകാരമുള്ള വാദങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാം എന്ന് മാത്രമല്ല, കൂടുതൽ ആൾക്കാർ അധികം ചിന്തിക്കാതെയും പഠിക്കാതെയും തന്നെ ആ ഒരു ധാരണയിലെത്തുന്നതിനകത്ത് ബുദ്ധി വളരെയധികം അവർക്ക് അനുകൂലമായിട്ട്, അവരുടെ തന്നെ ബുദ്ധി അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അതിനെ അവർ അന്ധവിശ്വാസം എന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്യും. ഇപ്പോൾ ഈശ്വരനാണ് ഇതെല്ലാം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഈ കൂട്ടർ പറയും അത് അന്ധവിശ്വാസമാണെന്ന് പറയും.
ജീവനാണ്, ജീവനിൽ നിന്നാണ് ജീവനുണ്ടായത്. അതായത് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികളുണ്ടാകുന്നു, സിമ്പിളായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിരോധമില്ല. പ്രകൃതിയുടെ അവ്യക്താവസ്ഥയിൽ അവ്യക്തത്തിൽ നിന്നും വ്യക്തതയിലേക്കുള്ള ആ ഒരു പോക്കാണ്, സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്കുള്ള വരവാണ് ഈ കാണുന്നതെല്ലാം എന്ന് പറഞ്ഞാലും അവർക്ക് വിരോധമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ജീവനാണ് ഭൂതയോനിയായിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനമാണ് ഭൂതയോനിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും സാമാന്യ ബുദ്ധികൾക്ക് പ്രിയങ്കരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈശ്വരനാണ് ഇവിടെ ഈ ഭൂതം സൃഷ്ടിക്ക് കാരണമായത് എന്ന് പറയുകയോ, അല്ലെങ്കിൽ പരമാത്മാ തന്നെയാണ് ഈ ഭൂത സൃഷ്ടിക്ക് കാരണമായതെന്ന് പറയുകയോ ചെയ്താൽ ഇത് സാധാരണ ബുദ്ധിക്ക് മനസ്സിലാവുന്ന ഒന്നല്ല, അനുഭവ വിരോധിയാണ്. ബുദ്ധിക്ക് ഗമ്യവും അല്ല. ജ്ഞാനം ബുദ്ധിക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല, ഈ ഒരു അനുഭവവും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ അവർക്ക് വിരോധമുണ്ടാവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് അവർ പറയുന്നത് ഇതൊക്കെ പഴയ കാര്യമാണ്, മതമാണ്, അതൊക്കെ മതമാണ്, അതിനകത്തൊന്നും വലിയ കാര്യമില്ല. ഈശ്വര വിചാരവും ഈശ്വരവിശ്വാസവും ഒക്കെ അത് കൊള്ളാം, നമുക്ക് അതൊരു മനസ്സിനൊരു സന്തോഷം നൽകാനും നമുക്കൊരു വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോകാനും ഒക്കെ അത് ഈശ്വര വിശ്വാസം കൊള്ളാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെയാണ് എല്ലാം എന്നൊക്കെയുള്ള ഉറച്ച നിശ്ചയത്തിലാണ് സാധാരണ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്നതെല്ലാം അങ്ങ് അനുഭവിക്കുക, ഇതൊക്കെയാണ്. ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. ഈശ്വരന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിച്ചല്ലോ എന്നുള്ള ഒരു സമാധാനത്തിൽ നമുക്ക് കഴിയാം എന്നുള്ളതല്ലാണ്ട് ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് സത്യമായിട്ടുള്ള ഒന്നല്ല. പകരം പ്രകൃതിയാണ് സത്യം, ജീവന്മാരുമാണ് സത്യം. ഇത് ഏറ്റവും പ്രബലമായിട്ടുള്ള ഒന്നാണ്. ഇതിനകത്ത് വേറെ യുക്തിയൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല, ഇതിനകത്ത് വേറെ ശാസ്ത്രമൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. സർവ ബുദ്ധികൾക്കും അറിയാവുന്ന മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആ ഒരു വിഷയമാണ് ഇപ്പോൾ ഈ അധികരണത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ മന്ത്രം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യത്തദ്രേശ്യമഗ്രാഹ്യമഗോത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ മന്ത്രത്തിൽ അത് ഗ്രഹിക്കാൻ സാധിക്കാത്തത്, കാണാൻ സാധിക്കാത്തത്, പാണിപാദങ്ങളില്ലാത്തത് എല്ലാം ഒരു തരത്തിലും നമുക്ക് ഇത് എന്ന് വ്യക്തമായിട്ട് വ്യവഹരിക്കത്തക്ക വിധത്തിൽ കിട്ടാത്തത്, അങ്ങനെയുള്ള അതേതോ അതാണ് യത്ത് തത്ത്. നിത്യം വിഭും എന്നുള്ള പ്രയോഗമുണ്ട്. അത് നിത്യമാണ്. രണ്ടാമത്തേത് വിഭുവുമാണ്. നിത്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉള്ളതാണ്. അപ്പോൾ എല്ലാ കാലത്തും ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നാശമില്ലാത്തതാണ്. സർവഗതം എല്ലായിടത്തും ഉള്ളതാണ്. സുസൂക്ഷ്മം ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ്. തദവ്യയം ഒരിക്കലും നാശമില്ലാത്തതാണ്. യദ്ഭൂതയോനിം അതുതന്നെയാകുന്നു ഭൂതയോനി. അതിനെ പരിപശ്യന്തി ധീരാഹ എന്നുള്ള പ്രയോഗം നടത്തുന്നത്. അതിനെ വിവേകികൾ അറിയുന്നു. അപ്പം ഭൂതയോനിയായിട്ട്, ഭൂതങ്ങളുടെ എല്ലാം കാരണമായിട്ട് ഇത് ഇവിടെ ഇപ്പോൾ പരമാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, അതാണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്, അതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ബ്രഹ്മം തന്നെയാകുന്നു ഭൂതയോനി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഉപനിഷത്തിനകത്തെ പ്രയോഗം. അപ്പോൾ ഈ ഉപനിഷത്തിലത്തെ ഈ പ്രയോഗം നമുക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്രയേറെ കുറച്ച് വാക്കുകൾ അധികം പറഞ്ഞു എന്നുള്ളതല്ലാണ്ട് ഒരർത്ഥം ഉണ്ടാക്കുന്നില്ലല്ലോ. എങ്ങനെ ബ്രഹ്മം ഭൂതയോനിയാകും? എങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകും? പ്രകൃതിയുടെ തന്നെ പ്രധാനത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്, അല്ലെങ്കിൽ സൂക്ഷ്മപ്രകൃതിയിൽ നിന്നും സ്ഥൂലപ്രപഞ്ചമുണ്ടായി എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഇത്രയും വന്നു കഴിയുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഈ മുണ്ടകോപനിഷത്തിലെ ആ ഒരു ഏരിയയിലുള്ള മന്ത്രങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം കണ്ട മന്ത്രം 1.1.5 അപ്പോൾ അതിനോട് കൂടിയിട്ട് അനുബന്ധമായിട്ടുള്ളതാണ് യഥോർണനാഭിസൃജത്തെ ഗൃണ്ണത്തെ ച യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി
യഥാ സതഃ പുരുഷാത് കേശലോമാനി തഥാക്ഷരാത് സംഭവതീഹ വിശ്വം. ഇഹ വിശ്വം സംഭവതി, ഇവിടെ വിശ്വം ഉണ്ടായി. എങ്ങനെയാണ്? അക്ഷരാത് തഥാ, അപ്രകാരം അക്ഷരത്തിൽ നിന്ന്, അക്ഷരം ഇവിടെ ഉദ്ദേശിക്കുന്ന ബ്രഹ്മത്തെയാണ്. അക്ഷരമായ, ക്ഷരം നാശം, അക്ഷരം നാശമില്ലാത്ത, മുമ്പ് പറഞ്ഞ നിത്യം വിഭും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശേഷണത്തോടുകൂടി ആ ബ്രഹ്മത്തിൽ നിന്ന് ഇഹ വിശ്വം ജാതം, ഇവിടെ വിശ്വം ഉണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഉദാഹരണമാണ് ഊർണനാഭി സൃജത്തെ ഗൃണ്ണത്തെ ച, ചിലന്തിയിൽ നിന്നും നൂല് വരുന്നത് പോലെ, പൃഥിവ്യാമോഷധയ, സസ്യങ്ങൾ ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നത് പോലെ. അപ്പോൾ ആദ്യത്തെ ഉദാഹരണം ചേതനമായിട്ടുള്ള, ചേതനാരൂപമായിട്ടുള്ള ഊർണനാഭിയിൽ നിന്നും അചേതനമായിട്ടുള്ള നൂല് വരുന്നു. അചേതനമായിട്ടുള്ള മണ്ണിൽ നിന്നും ചേതനയുള്ളതായ സസ്യങ്ങൾ ഉണ്ടാവുന്നു എന്ന്. അതാണ് പൃഥിവ്യാമോഷധയ സംഭവന്തി. അപ്പം തിരിച്ചു മറിച്ചും ഉണ്ടാവുന്നു. അചേതനത്തിൽ നിന്ന് ചേതനമുണ്ടാകുന്നത് പോലെയും, പോലെ എന്നുള്ള, അചേതനത്തിൽ നിന്ന് ചേതനമുണ്ടാകുന്നത് പോലെയും, അതേപോലെ ചേതനത്തിൽ നിന്ന് അചേതനമുണ്ടാകുന്നത് പോലെയും ഉള്ളത് നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ ഉദാഹരണങ്ങളുണ്ട്. ഇഷ്ടം പോലെ ഇല്ല, ഈ 2 ഉദാഹരണം അത് തന്നെ മതി. എന്തിനാണ് ഇനി? അതാ വേറൊരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. യഥാ സതഃ പുരുഷാത് കേശലോമാനി. അപ്പം കേശവും ലോമവും, തലമുടിയും രോമങ്ങളും, ഇതൊക്കെ സതഃ പുരുഷാത്. ഇവിടെ സതഹ എന്നുള്ള പ്രയോഗം സത്പുരുഷൻ എന്നുള്ള അർത്ഥം. സത്പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള പുരുഷൻ എന്നുള്ള അത്രയേ ഉള്ളൂ. വ്യക്തിയിൽ നിന്നും, ഒരു വ്യക്തിയിൽ നിന്നും കേശലോമങ്ങൾ ഉണ്ടാകുന്നത് പോലെ, പിന്നെ കൂട്ടത്തിൽ നമുക്ക് നഖം എന്നൊക്കെ പറയാം. ഇപ്പം നഖവും കേശലോമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പോലെ അവിടെ എല്ലാം എന്താ? അചേതനമാണ്. അപ്പോൾ അചേതനമായി നമ്മുടെ ശരീരം നമ്മൾ സചേതനം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കേശം അതിനകത്തുനിന്ന് ഉണ്ടായാൽ അതും സചേതനമായിരിക്കണമല്ലോ. പക്ഷെ അചേതനമല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്രകാരം അചേതനത്തിൽ നിന്ന് സചേതനമായിട്ടുള്ളതുണ്ടാകുന്നത് പോലെയും സചേതനമായിട്ടുള്ളതിൽ നിന്ന് അചേതനമുണ്ടാകുന്നത് പോലെയും എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്ന്. യഥോർണനാഭി, അത് ഉദാഹരണമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അങ്ങനെ തന്നെ എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിനും ഇവിടെ പറയുന്നില്ല. ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഉദാഹരണത്തിൻ്റെ അർത്ഥമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് എന്നുള്ള, അതേപോലെ അതേ അളവിലും, ഇപ്പം സ്വർണത്തിൻ്റെ അതേ അളവിലും അതേ ഗുണത്തിലും തന്നെയാണ് ഈ കാണുന്നത് ഇതും എന്ന് പറഞ്ഞാൽ, അതുപോലെ ഇതുപോലെ അതുപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ അർത്ഥമാക്കേണ്ടുള്ളൂ. അതും ഇതും ഒന്നല്ല എന്നുള്ളത്. ഇനി ഒന്നാണെങ്കിലോ, അത് ഈ 1 പവൻ സ്വർണം തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന 1 പവൻ സ്വർണം എന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെയാണ് ഇതെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എപ്പോഴും ഉദാഹരണത്തിൻ്റെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നേ ഉള്ളൂ, അചേതനത്തിൽ നിന്ന് ചേതനവും ചേതനത്തിൽ നിന്ന് അചേതനവും ഉണ്ടാകുന്നത് പോലെ ബ്രഹ്മം. ഇവിടെ എടുക്കേണ്ടത് എന്താ? ബ്രഹ്മം. ആ ബ്രഹ്മം എന്താ? അക്ഷരമാണ് ബ്രഹ്മം. അക്ഷരം ക്ഷരമില്ലാത്ത, അതായത് നാശമില്ലാത്ത ബ്രഹ്മത്തിൽ നിന്നും നാശമില്ലാത്തതല്ലേ ഉണ്ടാകൂ എന്ന് ചോദിക്കുമ്പോൾ ഉദാഹരണം പറയുന്നത്, ഈ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ്, സതഃപുരുഷനിൽ നിന്നും കേശലോമങ്ങൾ ഉണ്ടാകുന്നത് പോലെ അക്ഷരബ്രഹ്മത്തിൽ നിന്നും ക്ഷരപ്രപഞ്ചം, ക്ഷരഭൂതങ്ങൾ ഉണ്ടായി. നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് നിന്ന് പോകുന്നതായ ഭൂതജാലങ്ങൾ ഉണ്ടാവാം എന്ന്. അതേമാതിരി ബ്രഹ്മത്തിൻ്റെ മറ്റ് ഓരോ നിർവചനങ്ങളും എടുക്കുക. ഓരോ നിർവചനത്തിൽ ഇപ്പം സദ്രൂപമാണ്, സത്താണ്. അസദ്രൂപമാണ് പ്രപഞ്ചം, അത് ഉദാഹരണം. അപ്പം സത്തിൽ നിന്നും സദ്രൂപമായ ബ്രഹ്മത്തിൽ നിന്നും അസത് രൂപമായ പ്രപഞ്ചമുണ്ടായി. അപ്പം അസത് രൂപമായ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ, അസത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ അർത്ഥമുള്ളൂ, അതായത് ദൃഷ്ടനഷ്ട പ്രനഷ്ട സ്വഭാവത്തിനെയാണ് അസത്ത് എന്ന് പറയുന്നത്. അപ്പം ദൃഷ്ട നഷ്ട പ്രനഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നു, നിലനിൽക്കുന്നു, അപ്പോൾ പക്ഷേ നോക്കിയിരിക്കെ തന്നെ മറഞ്ഞു പോകുന്നു. അതാണ് നഷ്ടം പറയുന്നത്. പിന്നെ പ്രനഷ്ടം, ചിലപ്പോൾ അത് പിന്നെ തിരിച്ച് വീണ്ടും കാണാൻ പറ്റാത്ത വണ്ണം മടങ്ങിപ്പോകും. ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഒരു വിചിത്രമായ രീതിയിൽ ഈ വിശ്വത്തിൻ്റെ ഗതി
അത്യധികം വിചിത്രമായിട്ടുള്ള ഗതി എന്നുള്ളതാണ്. ആ വിചിത്രമായിട്ടുള്ളത് മുഴുവനും എന്തുകൊണ്ട് ഇതിൽ നിന്ന് വന്നു? എല്ലാം ബ്രഹ്മത്തിൽ നിന്ന്, സദ്രൂപമായ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായി എന്ന്. അപ്പോൾ അതിനകത്ത് അപ്പം നിർഗുണം ബ്രഹ്മ, അതിൽ നിന്നും സകല ഗുണങ്ങളോടും കൂടിയ പ്രപഞ്ചമുണ്ടായി. അപ്പം നിർഗുണം ഗുണാഭാസം എന്നുള്ളതാണ്. അപ്പം സകല ഗുണങ്ങളോടും കൂടിയിട്ടുള്ള സകലതും ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനകത്ത്, ഈ സകല ദുരിതങ്ങളോടും കൂടിയിട്ടുള്ള ഈ ജീവികളും അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം സദ്ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെ ഇത് ഉണ്ടാവാൻ സാധിക്കുന്നു? അപ്പോൾ അങ്ങനെ അതായത് രാവണനും തുടങ്ങിയിട്ടുള്ള അസുരന്മാരെല്ലാവരും എങ്ങനെയാണ് സദ്ബ്രഹ്മം തന്നെ, ഇപ്പോൾ രാവണന് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപനൊക്കെ നമുക്ക് പണ്ടത്തെ ഉദാഹരണങ്ങളെടുത്ത് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഉദാഹരണങ്ങളിലൂടെ ഈ രാക്ഷസന്മാരും അസുരന്മാരും ഭൂതപ്രേത പിശാചുക്കളും ഉദാഹരണങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ളത് എല്ലാം എങ്ങനെ സദ്ബ്രഹ്മം തന്നെ, ബ്രഹ്മം തന്നെ എങ്ങനെ ഇതെല്ലാമായി എന്ന് നമ്മൾ ഏറ്റവും സദ്ഗുണമുള്ളവരെ നമ്മൾ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നു, നമ്മൾ പൂജിക്കുന്നു. അസദ്ഗുണമുള്ളവരെ, അസദ്ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാക്ഷസ സ്വഭാവം, ആസുര സ്വഭാവമൊക്കെ കാണിക്കുന്നവരെ നമ്മൾ നിന്ദിക്കുന്നു. അങ്ങനെ നിന്ദിക്കുമ്പോൾ ഇവർ ബ്രഹ്മം തന്നെയാണെങ്കിൽ ബ്രഹ്മത്തെയല്ലേ നിന്ദിക്കുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് ഈ എന്താണ് നമ്മൾ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ വ്യവഹാരത്തിൽ നമ്മൾ അങ്ങനെ പോകേണ്ടതുള്ളൂ, യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ പോകരുത് എന്ന്. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സദ്ഗുണം കാണിക്കുന്നവരെ നമ്മൾ അഭിനന്ദിക്കുക, നമ്മൾ വന്ദിക്കുക തുടങ്ങിയിട്ടുള്ളത്. അതായത് ഇതനുസരിച്ചിട്ട് നിൽക്കും. പിന്നെ അസദ്ഗുണങ്ങൾ കാണിക്കുന്നവരെ അകറ്റി നിർത്തുക എന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം, അസദ്ഗുണമുള്ളവരിൽ നിന്ന് നമ്മൾ ആപത്ത് വരാതെയും നോക്കണം എന്നുള്ളതാണ്. സദ്ഗുണമുള്ളവർ നമ്മളെ അനുഗ്രഹിക്കും, ആശീർവദിക്കും. അസദ്ഗുണമുള്ളവർ നമ്മളെ നിന്ദിക്കും, പീഡിപ്പിക്കും. ഇതെൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മളൊരാളെ മോശമാണെന്ന് നമ്മളൊരാൾ ഇവൻ ശരിയല്ല അല്ലെങ്കിൽ ഇവൾ ശരിയല്ല എന്നുള്ള രീതിയിലൊരു ബുദ്ധി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാലത്ത് അവർ വിശ്വസിക്കരുതെന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമുക്ക് ഒരാൾക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ, ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ, ഒരു അനുഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ നമുക്ക് സദ്ഗുണത്തോടു കൂടിയ ആളായിട്ട് എടുക്കണോ അസദ്ഗുണമായിട്ടുള്ള ആളാണോ എടുക്കണം. ഒരിക്കൽ നമുക്ക് വിപരീതമായിട്ട് അസദ്ഗുണമുള്ള ഒരാളായിട്ടാണ് എടുക്കേണ്ടുന്ന തരത്തിലൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ മറിച്ചൊന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ തരത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം. പിന്നെ അവർ തെളിയിക്കണം അവർ സദ്ഗുണമുള്ളവരാണ്, അല്ലാതെ നമ്മൾ അത് വീണ്ടും വീണ്ടും പരിശോധിക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഈ വിചിത്രമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഉത്പത്തി നിർഗുണവും നിരാകാരവുമായ ബ്രഹ്മത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ സാമാന്യ രീതിയിൽ അല്ലെങ്കിൽ സാധാരണ ബുദ്ധിക്ക് നിരക്കാത്തതായിട്ട്, യുക്തിക്ക് നിരക്കാത്തതായിട്ടൊക്കെ തോന്നും. പക്ഷേ ഉപനിഷത്ത് വ്യക്തമായിട്ട് പറയുന്നു ഭൂതയോനി എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ് എന്ന്. ഇനി അതുകൊണ്ട് ഈ ബ്രഹ്മത്തിന് ഇപ്പം നിർഗുണം നിരാകാരം എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ നമ്മൾ ബ്രഹ്മത്തെ പഠിച്ചു വച്ചിരിക്കുന്നത്. ആ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മമാണ്. ആ ബ്രഹ്മം ഒന്നിനോടും ചെന്ന് താനും പുരളാതെ എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ബ്രഹ്മം. അതുകൊണ്ട് ബ്രഹ്മത്തിനെ ആർക്കും അറിയാനും പറ്റത്തില്ല, ബ്രഹ്മം വിട്ട് ആരുടെ കാര്യത്തിൽ ഇടപെടത്തുമില്ല. അങ്ങനെ ബ്രഹ്മം എന്ന് പറയുന്നൊരു വാക്ക് സത്ത്, കേവലം സത്താണ്, അത് കേവലം ചിത്താണ്, കേവലം ആനന്ദസ്വരൂപമാണ്, സച്ചിദാനന്ദസ്വരൂപമാണ്, ഒന്നും അറിയാത്ത, പ്രപഞ്ചം എന്ന് പറയുന്നത് ഇല്ലാത്ത, പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം. അതായത് നമ്മൾ ഈ കൈലാസത്തിൽ എപ്പോഴും സമാധിസ്ഥനായിരിക്കുന്ന പരമേശ്വരൻ്റെ ഒരു രൂപമുണ്ടല്ലോ, അവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ സർവത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പരമേശ്വരൻ. അതേപോലെയാണ് ബ്രഹ്മത്തിന് ഇവിടെ.
അപ്പം പരമേശ്വരനെ നമുക്കൊരു വ്യക്തി എന്നുള്ള നിലയിലാണ് നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്. പക്ഷേ ബ്രഹ്മത്തിനെ അങ്ങനെ ഒരു സങ്കല്പത്തിൽ കൂടെയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അപ്പം പരമേശ്വരൻ തന്നെ ബ്രഹ്മമാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബ്രഹ്മം തന്നെ പരമേശ്വരനായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയായി കഴിഞ്ഞാലും അത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. സദ്രൂപമായിട്ട് എടുക്കുന്നു. സദ്രൂപമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് ബുദ്ധിക്ക് നമുക്ക് അളക്കാൻ സാധിക്കാത്തതൊക്കെ ആയി കാണുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ബ്രഹ്മം കേവലം സത്തായിട്ടിരിക്കെ അറിയാൻ സാധിക്കുന്നുവോ, അറിവുണ്ടോ, അതുണ്ട് എന്നുള്ള നിൽക്കട്ടെ, അത് യാതൊരു വിധത്തിലുള്ള വികാരങ്ങളും ഇല്ലാത്തതിനാകയാൽ ജ്ഞാനം എന്ന് പറയുന്നതൊന്നില്ല. പിന്നെ അതേമാതിരി ഇപ്പം ആനന്ദം, തൃപ്തി എന്ന് പറയുന്നതില്ല. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സൃഷ്ടി സാമർഥ്യമില്ലാത്തതാണ് എന്നുള്ളത്. അപ്പം ഈ സൃഷ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനം ഉണ്ടാവണമല്ലോ. അപ്പോൾ ഒരു വ്യക്തിക്ക് ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്കറിയാം സകല ജീവജാലങ്ങൾക്കും ബുദ്ധി എന്ന് പറയുന്ന ഒരു അല്പമുണ്ട്. അപ്പം ഒരു ബുദ്ധിയും ഇല്ലാത്തതായിട്ടൊന്നും ജനിക്കത്തില്ല. കാരണം ബുദ്ധി എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പോൾ മനസ്സിൻ്റെ മറ്റൊരു തലമാണ് ഈ ബുദ്ധി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ മനസ്സില്ലാത്തതായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു തരിയെങ്കിലും ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കൂടുതലും പ്രകടമായിട്ടുള്ളത് മനുഷ്യനിലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റു മൃഗങ്ങളിൽ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ബുദ്ധിക്കനുസരിച്ച് തന്നെ അവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഒരുമാതിരി കുറച്ച് ഈ ചുറ്റുപാടിനോടും ആലോചിച്ച് പെരുമാറുന്ന തരത്തിലുള്ള ഒരുപാട് ജീവജാലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ യാതൊന്നുമില്ലാത്തതായ ബ്രഹ്മം ആണല്ലോ. ആ ബ്രഹ്മത്തിന് സൃഷ്ടി സാമർഥ്യമുണ്ടോ എന്നുള്ളതാണ്. ബുദ്ധിയുള്ള ഒരാളാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു സൃഷ്ടാവിനെ നമുക്ക് സങ്കല്പിക്കാം. ഒരു സങ്കല്പത്തിന് വേണ്ടിയിട്ടെങ്കിലും അംഗീകരിക്കാം. പക്ഷേ അങ്ങനത്തെ ഒരു വ്യക്തി അല്ലാത്ത സ്ഥിതിക്ക് ബുദ്ധി നിൽക്കാൻ ഇടം പോലും ഇല്ലാത്ത തരത്തിലുള്ള ബ്രഹ്മം കേവലം സത്താണ്. ബുദ്ധിസഹിതമായ സത്ത് എന്ന് പറയുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ അതിന് മന്ത്രത്തിൽ തന്നെ ഈ ഉപനിഷത്തിൻ്റെ തന്നെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. യസ് സർവജ്ഞ സർവവിത് യസ്യ ജ്ഞാനമയം തപഃ തസ്മാദേതദ് ബ്രഹ്മ നാമ രൂപമന്നം ച ജായതേ. മുണ്ടകോപനിഷത്തിനകത്ത് 1:1-9 മന്ത്രം. നമ്മളിപ്പോൾ 1:1-5 കണ്ടു, 1:1-7 കണ്ടു. 1:1-9 വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ബ്രഹ്മം എങ്ങനെയുള്ളതാണ്. യസ് സർവജ്ഞ സർവവിത്ത് എന്ന്. യസ് സർവജ്ഞ, അപ്പം സാമാന്യമായിട്ട് സർവത്തിനെയും അറിയുന്നവൻ സർവജ്ഞൻ, വിശേഷമായിട്ട് സർവത്തിനെയും അറിയുന്നവൻ സർവവിത്ത്. അതല്ലെങ്കിൽ ഒരേ അർത്ഥം നമുക്ക് പറയേണ്ടി വരും രണ്ട് വാക്കിന്. പക്ഷേ രണ്ടും രണ്ടർത്ഥത്തിലാണ്. ഒന്ന് സാമാന്യമായിട്ട് അറിയുക എന്ന് പറയുന്നത് എല്ലാ ഘടങ്ങൾക്കും കാരണം മൃത്ഘടമാണ്. ഈ മൺകുടങ്ങൾ എല്ലാ ഘടങ്ങൾക്കും കാരണം മൃത്താണ് എന്നുള്ളതൊരു സാമാന്യ ജ്ഞാനമാണ്. പക്ഷേ ഓരോ മൺകുടത്തിനെ കുറിച്ചുമുള്ള എന്തെല്ലാം അറിവുകളുണ്ടോ, 1000 വർഷം പഴക്കമുള്ളതാണ്, ഈ രാജവംശത്തിൻ്റെ കാലത്തുണ്ടായതാണ്, ഈ ദേശത്തിലെ മണ്ണുകൊണ്ടുണ്ടായതാണ്, ഇത്ര ഡിഗ്രി ചൂടാക്കിയിട്ടുണ്ടായ മണ്ണാണ്, ഇങ്ങനെയൊക്കെയുള്ള സകല കാര്യങ്ങളും, അപ്പോൾ ഒന്നും അവശേഷിക്കാത്തവണ്ണം സകല ജ്ഞാനങ്ങൾ. ഇത് വ്യക്തിക്ക് കളക്ട് ചെയ്യാവുന്ന എന്തെല്ലാം അറിവുകളുണ്ടോ ആ അറിവുകൾ അത്രയും പൂർണ്ണമാവണമെന്നില്ല. ബാക്കിയും ആ വിഷയത്തിൽ തന്നെ അറിവുകളുണ്ടാവാം. പക്ഷേ ഇവിടെയാണെങ്കിൽ ഈശ്വരനിൽ അപ്രകാരം, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ഇവിടെ അപ്രകാരം അറിവില്ലാത്ത ഭാഗം ഉണ്ടാവാൻ പാടില്ല, ഒന്നും തന്നെ. അതുകൊണ്ടാണ് സർവജ്ഞ സർവവിത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ സർവവിത്തും കൂടെ ചേർത്തത്. സർവവിത്ത് എന്ന് പറഞ്ഞാൽ സർവത്തെയും അറിയുന്നവൻ എന്നർത്ഥമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വിശേഷജ്ഞാനം, വിശേഷേണ സർവം ജാനാതീതി സർവവിത്ത് എന്നും സാമാന്യേന സർവം ജാനാതീതി സർവജ്ഞ എന്നും. അപ്പം സാമാന്യമായിട്ടും വിശേഷകരമായിട്ടും സർവത്തെ അറിയുന്ന ഈ ബ്രഹ്മം യസ് സർവജ്ഞ സർവവിത്ത് യസ്യ ജ്ഞാനമയം തപഃ, ഈ ബ്രഹ്മത്തിൻ്റെ തപസ്സിനാൽ. അപ്പം ബ്രഹ്മ അവിടെ തപസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു ക്രിയാ ആരോപണവും കൂടി അവിടെ വന്നല്ലോ. ക്രിയയുമില്ല,
അവിടെ തപ ആലോചന എന്നർത്ഥമാണ് അവിടെ ഉള്ളത്. തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചനാരൂപമായ തപസ്. നമ്മുടെ ആലോചനയ്ക്ക് അതിനൊരു ക്രിയാരൂപമുണ്ട്. അതായത് നമുക്ക് മാനസം കർമ്മ, ശരീരം, മാനസം, പിന്നെ വാചികം, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ, അത് നമുക്കേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിൽ ജ്ഞാനമയം തപഹ എന്ന് പറഞ്ഞ് തപസ്സിൻ്റെ വിശേഷണമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ജ്ഞാനമയം. അപ്പം ജ്ഞാനമയം തപഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനരൂപമായ തപസ് എന്നേ അർത്ഥമുള്ളൂ. അപ്പം തപ ആലോചനയെ, അപ്പം ജ്ഞാനം ആണ് അവിടെ ഉണ്ടായി. ബ്രഹ്മത്തിൽ ജ്ഞാനമുണ്ടായി. അപ്പം ബ്രഹ്മത്തിൽ ജ്ഞാനമുണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം? അതെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള സങ്കല്പമുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സങ്കല്പത്തിനെയാണ് ഇവിടുത്തെ യസ്യ ജ്ഞാനമയം തപഹ എന്ന പ്രയോഗത്തിലൂടെ സൃഷ്ടി സങ്കല്പം ബ്രഹ്മത്തിലുണ്ടായി. അപ്പം സൃഷ്ടി സങ്കല്പം ബ്രഹ്മത്തിലുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും എന്തോ ഒരു അചേതനത്തിൽ ഒരു സങ്കല്പം ഉണ്ടായതെന്നുള്ള പ്രയോഗം, ഒരു തോന്നലൊക്കെ ഉണ്ടാകും. കാരണം നമ്മളിപ്പോഴും ബ്രഹ്മത്തിന് അചേതനത്വം കൊടുക്കുന്നത് കൊണ്ടാണ്. സചേതനത്വം എന്ന് പറയുന്നത് ഓടി നടക്കുന്ന ജീവികൾക്കല്ലാണ്ട് മറ്റൊന്നിനും ഒരു ചേതനത്വം കൊടുക്കാൻ നമ്മുടെ ബുദ്ധി സമ്മതിക്കത്തില്ല. അപ്പോൾ അത് കാരണം ബ്രഹ്മത്തിന് ചേതനത്വം നമ്മൾക്ക് കൊടുക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. അത് നമുക്കൊരു വലിയ പ്രശ്നമാണത്. അപ്പോൾ ഈ സത്തായിട്ട് നമുക്ക് എന്നെന്നും നിലനിൽക്കുന്നു. പക്ഷേ എങ്ങനെയാണിത് എല്ലാം അറിയുന്ന സത്ത് എന്ന് പറയുന്നത് നമ്മൾ പ്രയോഗത്തിൽ പറയുന്നതല്ലാതെ ബുദ്ധിക്ക് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എല്ലാം അറിയുന്ന സത്താണെന്നുണ്ടെങ്കിൽ അതൊരു ജീവനുള്ളത് എന്ന രീതിയിൽ ബ്രഹ്മാവ് അല്ലെങ്കിൽ ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്കത് ആ തരത്തിലേക്ക് എത്താം. പക്ഷേ ബ്രഹ്മത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ, അത് പല ഉപനിഷത്തിലും പറയുന്നുണ്ട്. സോ കാമയത ബഹുസ്യാം പ്രജായേതി സഹാ കാമയത എന്നുള്ള രീതിയിൽ കാമനയുണ്ടായി എന്നൊരിടത്ത് പറയുന്നുണ്ട്. മറ്റൊരിടത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഐതിരേയത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ആത്മാവാരേ ഇതമഗ്ര ആസീത് അവിടെയുണ്ടല്ലോ സ്വകാമയത, ഇങ്ങനെയുള്ള ആ ഒരു അകാമയത എന്നുള്ളൊരു പ്രയോഗം അവിടെയുണ്ട്. അപ്പോൾ ഐതിരേയത്തിൻ്റെ തുടക്കത്തിലുമുണ്ട്. അംഭോ മരീചിർ മരമാപഹ എന്നൊക്കെ പറയുന്ന ആ മന്ത്രത്തിൽ. അപ്പോൾ അവിടെ അവിടെയും ഇതേമാതിരി കാമന ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാമന എന്നുള്ള പ്രയോഗം ഇത്രയേ ഉള്ളൂ, സൃഷ്ടി സങ്കല്പമുണ്ടായി എന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൃഷ്ടി സങ്കല്പത്തിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജ്ഞാനമയം തപഹ എന്ന് പറയും. അപ്പം സൃഷ്ടി സങ്കല്പം ഉണ്ടാകുമ്പോൾ ആ സങ്കല്പം ഉണ്ടാകാനൊരു ഹേതു ഉണ്ടാവണമല്ലോ. സങ്കല്പം വെറുതെ സങ്കല്പം ഉണ്ടാവത്തില്ലല്ലോ. അപ്പം സങ്കല്പം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ സങ്കല്പത്തിൻ്റെ ബേസ് എന്താണെന്ന്. അപ്പോൾ സങ്കല്പത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പൂർവസൃഷ്ടി സൂക്ഷ്മരൂപത്തിൽ അല്ലെങ്കിൽ നമുക്കറിയാം അവിടെ ഈ സാമ്യാവസ്ഥയിൽ കിടന്ന പൂർവസൃഷ്ടി വീണ്ടും വിഷമാവസ്ഥ എന്ന് പറയുന്ന പ്രകടമായിട്ട് അല്ലെങ്കിൽ സ്ഥൂല രൂപത്തിലേക്ക് വരാൻ വേണ്ടുന്ന തരത്തിലുള്ള ഒരു സങ്കല്പം, ഇതിനെയാണ് നമ്മുടെ സൃഷ്ടി സങ്കല്പം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴെപ്പോഴും സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതോ ആ സൃഷ്ടി എന്ന് പറയുന്നത് അനാദിയാണ് സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആദി എന്ന് പറയുന്നത് സൃഷ്ടിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന സിദ്ധാന്തം. ഒരിക്കലും ആദി എന്ന് പറയുന്നത്, അതായത് സൃഷ്ടിയില്ലാതിരുന്നൊരു കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നില്ല. ഓരോ സൃഷ്ടിയും അതിന് മുമ്പുണ്ടായിരുന്ന സമയത്തെ സൃഷ്ടിയുടെ ഒരു തുടർച്ചയായിരിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ ഒരു 2-ാം അധ്യായത്തിലെ അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ എന്നുള്ളൊരു ശ്ലോകം കൊണ്ടല്ലോ. അപ്പോൾ അവ്യക്തത്തിൽ നിന്ന് വന്ന് പിന്നെ നിലനിൽക്കുന്ന വ്യക്തതയിലേക്ക് വരുന്നു, പിന്നെ അവ്യക്തത്തിലേക്ക് തന്നെ പോകുന്നു. ഇപ്രകാരം മുഴുവൻ പ്രപഞ്ചവും ഇങ്ങനെ അവ്യക്തത്തിൽ നിന്ന് വരുന്നു, പിന്നെ വ്യക്തതയിലേക്ക് നിൽക്കുന്നു, പിന്നെ അവ്യക്തതയിലേക്ക് മടങ്ങുന്നു. അപ്പോൾ ഒരിക്കൽ അവ്യക്തത്തിൽ നിന്ന് വന്ന് വ്യക്തതയിലേക്ക് വന്നത് വ്യക്തതയിൽ നിന്ന് വീണ്ടും അവ്യക്തത്തിലേക്ക് മടങ്ങുന്നത് പോലെ അവ്യക്തത്തിൽ നിന്ന് വരുന്നതിന് പകരം നമുക്ക് വ്യക്തതയിൽ നിന്ന് വന്നെന്ന് അതിനെ നേരെ ഇപ്പുറത്തോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ വ്യക്തതയിലുള്ള ഇത് അവ്യക്തത്തിലേക്ക് തന്നെ മടങ്ങുന്നു, വീണ്ടും വ്യക്തതയിലേക്ക് തന്നെ വരുന്നു.
ഇതിങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു അതുകൊണ്ടാണ് ചാക്രികമാണ് സൃഷ്ടി എന്ന് പറയുന്നത്, ചാക്രികമാണ്. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബുദ്ധിയിൽ കിടക്കുന്നത് ഒരിക്കൽ സൃഷ്ടി തുടങ്ങി അതിനുശേഷം പിന്നെ ഇതിനുള്ളിലുള്ളതെല്ലാം ചാക്രികമായിട്ട് പോയിരിക്കുന്നു. അങ്ങനെയല്ല, ആദ്യത്തെ സൃഷ്ടി ഉണ്ടായത് തന്നെ ചക്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതാണ് നമ്മുടെ പുരാണങ്ങളിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രഹ്മാണ്ഡ കോടികൾ എന്നുള്ള പ്രയോഗമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിനകത്തും തന്നെയാണ് വന്നത്. സൃഷ്ടി എന്ന് പറഞ്ഞ് മുഴുവൻ പ്രപഞ്ചവും ഓരോ പ്രാവശ്യവും ഈ പ്രപഞ്ചോത്പത്തി ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, പോകുന്നു. ഇപ്രകാരം ഇതിങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് തസ്മാദേതദ് ബ്രഹ്മ നാമരൂപമന്നം ച ജായതേ. അപ്പോൾ ഈ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ രൂപമന്നം ഇങ്ങനെയുള്ള സകല കാര്യങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇതെന്തിനെക്കുറിച്ചാണ് ഇതിൻ്റെ വിഷയം? ഇതെല്ലാം വിഷയം മുണ്ടകോപനിഷത്തിനകത്ത് ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഇത് പറയുന്നത്. ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമെന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മത്തിനെ അറിഞ്ഞാൽ, ഏതൊരു ബ്രഹ്മത്തിൽ നിന്നാണോ, ഏതൊരു ബ്രഹ്മമാണോ ഭൂതയോനി, ആ ബ്രഹ്മത്തിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരും എന്ന്. അപ്പോൾ സർവജ്ഞവും സർവവിത്തുമായിട്ടുള്ള ബ്രഹ്മത്തിനെയാണ് അറിയാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സർവവും സർവവിത്തുമായിട്ടുള്ള ബ്രഹ്മത്തിനെ അറിയാൻ പറ്റാത്ത വിണ്ണം നമ്മുടെ ബുദ്ധി കാമപ്രേരിതമായിട്ട് കർമ്മത്തിൽ വ്യാപരിച്ചിരിക്കുന്നു. അപ്പം അത് നമുക്കറിയാം, ഒന്നും ഇവിടെ ഈ ലോകത്തുള്ളതൊന്നും ശാശ്വതമല്ല. ഈ ലോകം എന്ന് പറയുന്നത് നമ്മളെ മോഹിപ്പിക്കുന്ന ലോകമാണ്. ഇവിടെ അതുണ്ടെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കാം, ഇതുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം എന്നുള്ള രീതിയിൽ നമുക്കൊരു തോന്നലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഉണ്ട്, നമ്മൾ അതുകൊണ്ട് സന്തോഷമുണ്ടോ ഇല്ലേ, അതുകൊണ്ട് സന്തോഷമില്ലയോ, ഇതൊന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കാൻ പറ്റാത്ത വണ്ണം വീണ്ടും വീണ്ടും നമ്മളെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ സംസാരം, ഈ പ്രപഞ്ചം, ഈ പ്രകൃതി എന്ന് പറയുന്നത്. ചിലർ എല്ലാം നേടിയെടുത്തിട്ട് സന്തോഷിക്കുന്നതായിട്ട് ചിലർ പറയുന്നു, എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്തോഷിക്കുന്നു എന്ന് മറ്റു ചിലർ പറയുന്നു, ഉള്ളതുകൊണ്ട് സന്തോഷിക്കുന്നു വേറെ ചിലർ പറയുന്നു, ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു വേറെ ചിലത് പറയുന്നു, ആഗ്രഹിക്കാതെ കിട്ടുന്നതിലൂടെയാണ് സന്തോഷമെന്ന് വേറെ ചിലർ പറയുന്നു. ഇപ്പോൾ എന്താണ് സന്തോഷം എന്ന്, എന്താണ് ഇതിൻ്റെ മാനദണ്ഡമെന്നും ഒന്നും പറയാത്ത വണ്ണം അത് വീണ്ടും നിഗൂഢതയിൽ തന്നെ കഴിയുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നിഗൂഢത എന്ന് പറയാം. നമുക്കൊന്നും ഇപ്പം പറയാൻ പറ്റാത്ത തരത്തിലാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർഗവാസമാവട്ടെ അല്ലെങ്കിൽ ഇഹലോകത്തുള്ളതാവട്ടെ, ഇതെല്ലാം നമ്മളെ മോഹിപ്പിച്ചുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനൊന്നും നമുക്കൊരു സമാധാനം നൽകുവാൻ പര്യാപ്തമായിട്ടുള്ളതല്ല. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നവർ പ്ലവാഹ്യേതേ അദൃഢായ യജ്ഞരൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 1:2-7 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അഷ്ടാദശോക്തമവരം യേശു കർമ്മ, ഈ കർമ്മങ്ങളിലൊക്കെ വ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നവർ ഏതശ്രേയോ അഭിനന്ദന്തി മൂഢാഹ, ഈ മൂഢന്മാർ ഇത് തന്നെയാണ് കർമ്മത്തിൻ്റെ ലോകത്തിലൂടെ വെട്ടിപ്പിടിക്കുക. ഇങ്ങനെയുണ്ടല്ലോ, എല്ലാം കൂട്ടിവെക്കുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് അവർക്ക് ഈ കളിക്കുന്ന ഈ മൊബൈൽ ഗെയിം കളിക്കുന്ന കുട്ടിയെ പോലെ ആ സമയത്ത് ഇത് ലാഭമാണ്, ലാഭത്തിൻ്റെ മേലെ ലാഭം. അതിനകത്ത് കാണിക്കുന്ന ഈ വിർച്വൽ മണിയൊക്കെ ഉണ്ടല്ലോ, ഇതിനകത്ത് ഡോളർ ഇങ്ങനെ തുരുതുര വീഴുന്ന കണ്ടിട്ട് 10, 20, 30 നിൽക്കുക. ഈ കാണുന്തോറും ഇവൻ ആവേശം കൂടുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്നു. ലാഭമാണ്, ലാഭം. സത്യത്തിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ പൈസ ഇങ്ങനെ കയ്യിലോട്ട് വീഴുമ്പോൾ ഉണ്ടാകുന്ന എത്ര സന്തോഷമുണ്ടോ അതുപോലത്തെ സന്തോഷമാണ് ഈ ഗെയിമിലെ ഈ വിർച്വൽ മണി ഇങ്ങനെ പടപടാന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതേമാതിരിയുള്ള പല സാധനങ്ങൾ ഈ കളിയിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞ് പോയി ഒരു ദിവസം 2 ദിവസം ഇങ്ങനെ കളിച്ച് ഒരു ദിവസം എത്തിക്കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് മൊബൈലിൻ്റെ ചാർജ് പോകുന്നു. ഇത്രയേ ഉള്ളൂ, ലൈഫ് തീർന്നു. ഇതുപോലെയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏതശ്രേയ യേ അഭിനന്ദി മൂഢാഹ ജരാമൃത്യും തേ പുനരേവാപിയന്തി, പിന്നെ ജരയും മൃത്യുവിനെയും ഇങ്ങനെ പ്രാപിക്കുന്നു എന്നുള്ളത്. ജരയും മൃത്യുവിനെയും ഇത് ഒരാൾക്ക്
ഒരാൾക്ക് ഇത് കുറ്റം ചെയ്യുന്നവർക്ക് ജരാമൃത്യു അങ്ങനെയല്ല. ഇത് സകലവർക്കും വരുന്നതാണ്. ചിലർക്ക് ജരയില്ലാതെ മൃത്യു വരുന്നു, ചിലർക്ക് ജരശേഷം മൃത്യു വരുന്നു. ഇതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എങ്ങനെയൊക്കെയാണ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയ ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു, ചിലപ്പോഴാണ് അംഗഭംഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു. ഇതൊക്കെയാണ് ഒരു സംസാരത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ഇതിൽ നിന്നുമൊക്കെ ഇതെല്ലാം ഒന്ന് ഇതെല്ലാം പഠിച്ചിട്ട് എന്ത് ചെയ്യണം? പരീക്ഷലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായ ആത്മാസ്ത്യകൃതകൃതേന, ഇതെല്ലാം പഠിച്ചിട്ട് ഇങ്ങനെ സത്യത്തെ അറിയുവാൻ വേണ്ടിയിട്ട് ഇതിനെ കൊണ്ടൊന്നും സാധ്യമല്ല. ഇതിൻ്റെയൊക്കെ രഹസ്യം എന്ന് പറയുന്നത് മറ്റൊരിടത്താണ്. അതായത് ചില ഗെയിമുണ്ടല്ലോ, ആ ഗെയിമിനകത്താണെന്നുണ്ടെങ്കിൽ ഈ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആളിനെ, ഈ കമ്പ്യൂട്ടർ ഗെയിം ഇതിനകത്തൊക്കെ ആണെങ്കിൽ തുരുതുരെ വെടിവെക്കുന്നു. എവിടെ കൊണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ശരിക്കും കൊള്ളേണ്ടടുത്ത് വെടി കൊണ്ടെങ്കിൽ മാത്രമേ ഈ ആക്രമിക്കാൻ വരുന്നവൻ വീഴത്തുള്ളൂ. പക്ഷേ നമ്മൾ എത്ര വെടിവെച്ച് കഴിഞ്ഞാലും വീഴുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് വേറൊരിടത്ത് ഒരു സൈഡിലായിട്ട് ഒരിടത്ത് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വട്ടത്തിൽ കിടക്കുന്നത്. അതിൽ വെടിവെച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ വീഴും എന്ന് പറഞ്ഞാൽ അവൻ്റെ കൺട്രോൾ അവിടെയായിരുന്നു കിടന്നിരുന്നത്. ഇങ്ങനെ കൺട്രോൾ നോക്കിയിട്ട് വെടിവെച്ചെങ്കിൽ മാത്രമേ ഇത് വീഴത്തുള്ളൂ. ഇതുപോലെ നമ്മൾ ഈ ലോകം നമുക്ക് നൽകുന്ന തീവ്രമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ലോകത്തിൽ തന്നെ അവിടെ ഇവിടെയും പരിഹാരങ്ങൾ തേടി നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലെന്ന്. നമുക്ക് ഇങ്ങനെ വെടിപൊട്ടിച്ചുകൊണ്ടേ ഇരിക്കാം എന്നുള്ളതല്ലാണ്ട് ആ പ്രശ്നവും പരിഹരിച്ച് ഈ പ്രശ്നവും പരിഹരിച്ചു കഴിഞ്ഞാൽ ഒന്ന് തീർത്താൽ മറ്റൊന്ന് തീർത്താൽ വേറൊന്ന്, ഒരാളുടെ പ്രശ്നം തീർത്താൽ വേറൊരാളുടെ, ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം പിന്നെ എവിടെയാണ് നിർവേദമായ ആത്മാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ഇതിൻ്റെ കാര്യം രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്കാരെങ്കിലും പറഞ്ഞു തരണം. ഈ പറഞ്ഞു തരേണ്ടത് എന്താ? ബ്രഹ്മമാണ്, ഭൂതയോനിയായിട്ടുള്ളത് ബ്രഹ്മമാണ് എന്ന് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരണം. അങ്ങനെ ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായതെന്നും ബ്രഹ്മത്താലാണ് ഈ കാരണം ഇതെല്ലാം ചലിക്കുന്നതുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സകല പ്രശ്നങ്ങളും ഉണ്ടായത് ഈ അറിവില്ലായ്മയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് തുടങ്ങാം, അവിടം തൊട്ട് നമുക്ക് തുടങ്ങാം എന്നുള്ളത്. അപ്പോൾ ഇത്രയും എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളുടെ തീവ്രതയൊന്ന് കുറയും. മുഴുവൻ പ്രശ്നങ്ങളും തീരണമെന്നല്ല, നമുക്ക് പ്രശ്നങ്ങളെ കുറച്ചുകൂടെ സമാധാനത്തോടു കൂടിയിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പം ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ ഇപ്പം ഭൂതയോനി എന്നുള്ളതിനെ നമ്മൾ വേറെ അർത്ഥത്തിലൂടെയൊക്കെ കാണണം. അപ്പോൾ ഇത്രയും എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഇനിയിപ്പോഴാണ് ഭൂതയോനി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമം തുടങ്ങും. അത് ബ്രഹ്മത്തെ അറിഞ്ഞാൽ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാവത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ബ്രഹ്മത്തെ അറിയാൻ നമ്മുടെ ശ്രമം തുടങ്ങും. അപ്പം ഭൂതയോനി എങ്ങനെയാണ് ബ്രഹ്മമായിരിക്കുന്നത് എന്ന്. അപ്പോൾ അതിനാണ് അടുത്ത സൂത്രം, 22ാമത്തെ സൂത്രം പറയുന്നത്. വിശേഷണ ഭേദവ്യപദേശാഭ്യാം ച നേതരൗ. വിശേഷണ ഭേദവ്യപദേശാഭ്യാം, ഈ വിശേഷണവും ഭേദവും പറഞ്ഞിട്ടുള്ളതിനാൽ ജീവനും പ്രധാനവും ഭൂതയോനി ആവത്തില്ല എന്ന്. അതായത് ഇവിടെ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളതെല്ലാം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്നുണ്ടായത്, അതിനാൽ എനിക്ക് അതിന്മേൽ അധികാരമുണ്ട്, ജീവനാണ് ഇതിൻ്റെ എല്ലാം കാരണം, ആ രീതിയിലും എനിക്ക് അധികാരമുണ്ട്. ഇതൊക്കെയാണല്ലോ നമ്മുടെ അധികാരം സ്ഥാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ജീവൻ എന്നുള്ള നിലയിൽ ഇതെനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു, എനിക്കിത് അധികാരമുള്ളതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അധികാരം സ്ഥാപിച്ചു വെക്കുന്നു. പക്ഷേ ഇവിടെ ഇത് ബ്രഹ്മത്തിൽ നിന്നാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മമാണിതെല്ലാം എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ സ്ഥാപിച്ചു വച്ചിരിക്കുന്ന അധികാരത്തിൽ നമുക്കൊരു അയവ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അയവ് വന്നു കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളുടെ ഒരു വ്യക്തത കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വിശേഷണ ഭേദവ്യപദേശാത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭൂതയോനി എന്ന പ്രയോഗം മന്ത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അത് ശ്രദ്ധിക്കണം.
അദ്രേശ്യം അഗ്രാഹ്യം തുടങ്ങിയിട്ടുള്ളതെല്ലാം വിശേഷം. നിത്യം വിഭും സർവഗതം ഇപ്രകാരം എല്ലാം പറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നിടത്താണ് ഭൂതയോനി എന്ന് പറഞ്ഞിരിക്കുന്നത്, മറ്റൊരിടത്തല്ല. ഇതാണ് വിശേഷണം എന്ന് പറഞ്ഞത്. പിന്നെ ഭേദവ്യപദേശാത് അതായത് ഈ പ്രധാനം തുടങ്ങിയിട്ടുള്ളതിന് ഏതൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ, അതായത് പ്രധാനം എന്ന് പറഞ്ഞാൽ പ്രകൃതി. അപ്പം പ്രകൃതിക്ക് പറഞ്ഞിരിക്കുന്നതല്ല ഇവിടെ ഭൂതയോനിക്ക് പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പം ഈ പ്രകാരം പറയാം, പ്രകൃതിക്ക് എന്താ പറയുന്നത്? അചേതനം പറയുന്നുണ്ട്. ഭൂതയോനിക്ക് എന്താ? ഭൂതയോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ത് എന്നാണ് പറയുന്നത്. അസത്താണ് പ്രകൃതി, സത്താണ് ബ്രഹ്മം. അപ്പം ബ്രഹ്മത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, സത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്താണ് ഭൂതയോനി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയാണ് എന്ന്. അതേപോലെ രൂപോപന്യാസാച്ച ഒരു സൂത്രം കൂടെ ഉണ്ട്. രൂപ ഉപന്യാസാച്ച എന്ന് പറഞ്ഞാൽ സർവവികാരാത്മകമായ സ്വരൂപം പറയപ്പെട്ടിരിക്കുന്നു എന്ന്. എന്താണ് സർവസ്വരൂപാത്മകമായ രൂപം പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം അതിപ്പോൾ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ബ്രഹ്മം തന്നെ പ്രപഞ്ചമായി പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ ബ്രഹ്മം തന്നെ പ്രപഞ്ചമായി? അഗ്നിർമൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യവും. അഗ്നി മൂർധ, അതായത് ബ്രഹ്മത്തിനെ ഇപ്രകാരം ഉപാസിക്കൂ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ബ്രഹ്മത്തിനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതല്ലത്. കാരണം ബ്രഹ്മം പ്രകടമായി. എങ്ങനെയാണ് ബ്രഹ്മം പ്രകടമായത്? വിശ്വാകാരമായിട്ട് ബ്രഹ്മം പ്രകടമായി. വിശ്വാകാരമായിട്ട് സ്വയം ബ്രഹ്മം തന്നെ പ്രകടമായി. അല്ലാതെ ബ്രഹ്മം മാറി നിന്നിട്ട് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചു എന്നുള്ളതല്ല. ബ്രഹ്മം തന്നെ സ്വയം പ്രകടമായി. ആർക്ക് കാണാൻ വേണ്ടിയിട്ട്? കാണുന്നവന് മുമ്പിൽ പ്രകടമായി. ഇത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ കാണുന്നവനില്ലെങ്കിലോ അവിടെ ബ്രഹ്മമേ ഉള്ളൂ. കാണുന്നവനുണ്ടെങ്കിൽ പ്രപഞ്ചത്തെ കണ്ടു. ഇത്രയേ ഉള്ളൂ. സർപ്പത്തെ കാണുന്നവൻ സർപ്പത്തെ കണ്ടു. സർപ്പത്തെ കാണാത്തവനാണെങ്കിലോ അവിടെ രജ്ജുവേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതാണ്. അപ്പം അഗ്നിർമൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യവും. അഗ്നി എന്ന് പറയുന്നത് മൂർധാവായിട്ടും. അപ്പം ഇതിനകത്ത് നോക്കി, അഗ്നിയാണ് മൂർധാവ്. അപ്പം ഈ മൂർധാവ് എന്ന് പറയുമ്പോൾ ശിരസ്സാണല്ലോ. ശിരസ് അഗ്നിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ആ രൂപത്തിൻ്റെ മുകളിൽ കൊണ്ട് ഈ അഗ്നി വെക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അഗ്നി, അതായത് നമ്മുടെ സങ്കല്പം നമ്മൾ കാണണം. ഈ അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിർയഥൈകോ ഭുവനം പ്രവിഷ്ട രൂപം രൂപം പ്രതിരൂപോ ബഭൂവ. ഈ അഗ്നി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ്. അഗ്നിർയഥൈകോ ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭുവനത്തിൽ, ഈ ഭൂമിയിൽ അഗ്നി സർവത്ര വ്യാപിച്ചിട്ടുണ്ട്. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ. പക്ഷേ നമുക്ക് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ എല്ലായിടത്തും അഗ്നിയെ കാണുന്നില്ല. ചിലയിടത്ത് ഇപ്പം ഈ മരത്തിൽ നമ്മൾ അഗ്നിയെ കാണുന്നു. മരത്തിലെവിടെയാണ് ഇപ്പം അഗ്നിയെ കാണുന്നത്? 2 മരം കൂട്ടി ഉരസുമ്പോൾ, 2 തടി കഷ്ണങ്ങൾ കൂട്ടി ഉരസുമ്പോൾ അഗ്നി പ്രത്യക്ഷപ്പെടുന്നു. അപ്പം ഇങ്ങനെ സർവ്വടത്തും അഗ്നി ഉണ്ടെന്നുണ്ടെങ്കിലും അത് വിശേഷ സ്ഥലങ്ങളിൽ പ്രകടമാവുന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. ഇതേപോലെ അഗ്നി എവിടെയെല്ലാം അഗ്നി ഉണ്ടോ ആ അഗ്നിയാണ് ഈ പ്രകടമായ ബ്രഹ്മത്തിൻ്റെ വിശ്വരൂപത്തിൽ പ്രകടമായ, അപ്പം വിശ്വരൂപം എന്ന് പറയും, വിശ്വരൂപത്തിൽ പ്രകടമായ ബ്രഹ്മത്തിൻ്റെ ശിരസ്സതാണ്. അപ്പം നമ്മളിവിടെ ഈ ഒരു പുരുഷനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ആ പുരുഷാകാരം, ഒരാകാരത്തിനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ആകാരത്തിൻ്റെ തലയിൽ അഗ്നിർമൂർത്ത എന്ന് പറഞ്ഞിട്ട് അഗ്നി വെക്കുകയല്ല ചെയ്യുന്നത്. നമ്മളത് വിഗ്രഹം ഉണ്ടാക്കുമ്പോഴും ചിത്രം വരയ്ക്കുമ്പോഴും ഒക്കെ അതൊക്കെയാണ്. എന്നാൽ അതല്ലാണ്ട് മറ്റെന്ത് ചെയ്യാൻ? പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് വേറൊരു രീതിയിൽ അത് മനസ്സിലാക്കണം. അഗ്നിർമൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യവും. പിന്നെ കണ്ണുകൾ എന്ന് പറയുന്ന ആരാ? ചന്ദ്രനും സൂര്യനും. എന്തിനാണ് കണ്ണുകൾ ചന്ദ്രനും സൂര്യനും വെച്ചിരിക്കുന്നത്? കണ്ണ് ചന്ദ്രനും സൂര്യനും വെച്ചിരിക്കുന്നത്, കണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്നത് രാത്രിയും പകലുമാണ്. അവൻ്റെ ഒരു കണ്ണാണ് പകല്, ഒരു കണ്ണാണ് രാത്രി. അവന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കണ്ണുകൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കണ്ണല്ലെങ്കിൽ വേറൊരു കണ്ണ് എപ്പോഴും തുറന്നിരിക്കുന്നു. ഒന്നുകിൽ രാത്രിയാണ്, അല്ലെങ്കിൽ പകലാണ്. ദിശശ്രോത്രേ, ദിക്കുകൾ ശ്രോത്രങ്ങളാണ്. വാഗ് വിവൃതാശ്ച വേദാഹ, വാക്കെന്ന് പറയുന്നത് വേദം തന്നെയാണ്. വായു പ്രാണോ, വായുവാണ് പ്രാണൻ. ഹൃദയം വിശ്വമസ്യ, വിശ്വമാണ് ഹൃദയം. പദ്ഭ്യാം പൃഥിവി, ഭൂമിയാണ് പൃഥിവി.
യേശ സർവഭൂതാന്തരാത്മാ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മം ഏതാണെന്നാ? യേശഹ, ഇവൻ സർവഭൂതാന്തരാത്മാവാണ്. അപ്പം സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്ന ഇവൻ്റെ ശിരസ്, ഇവൻ്റെ കൈകാലുകൾ. ഇതെങ്ങനെയാണിത്? ഇത് കൂട്ടി, അത് സർവഭൂതാന്തരാത്മാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ഹൃദയാന്തരാത്മാ ഇതാണ്, ആ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഇവൻ്റെ ശിരസ് ഇതാണ് എന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. സങ്കല്പിക്കാൻ പറ്റത്തില്ല എന്ന്. ആ സർവഭൂതാന്തരാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുവൻ്റെ ഹൃദയത്തിലിരിക്കുന്നവൻ അതെങ്ങനെയാണ് സർവരുടെയും ഹൃദയത്തിലിരിക്കുന്നവനായിട്ട് മാറുക? പിന്നെയും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അതാണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു സർവഭൂതാന്തരാത്മാവിനെ കുറിച്ചേ പറയുന്നുള്ളൂ. അപ്പോൾ അല്ലാതെ ജീവാനാം ജീവന്മാരുടെ ഓരോരോ ഹൃദയങ്ങളിലും ഇരിക്കുന്ന ഓരോരോ ഭൂതാത്മ എന്നല്ല പറയുന്നത്. സർവഭൂതാന്തരാത്മാ ഏകഹ സൈ. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവനവൻ്റെ ഹൃദയത്തിൽ ഒരു സർവഭൂതാന്തരാത്മാവ്, ആ സർവഭൂതാന്തരാത്മാവാണ് സകലവരുടെയും ഹൃദയത്തിലിരിക്കുന്ന സർവഭൂതാന്തരാത്മാവ്. ഈ അവനവൻ്റെ ഇരിക്കുന്ന സർവഭൂതാന്തരാത്മാവിൻ്റെ ശിരസ് എന്ന് പറയുന്നത് ഭൂലോകം മാത്രമല്ല, സർവ്വലോകവും അല്ല, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് ഇവൻ്റെ ശിരസ്. ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് നമ്മൾ സങ്കല്പിക്കും എന്നുള്ളത്. സങ്കല്പം സാധ്യമല്ല. പിന്നെന്താ? പിന്നെ ഏതസ്മാത് ജായതേ പ്രാണോ മന സർവേന്ദ്രിയാണി ച ഘം വായുർജ്യോതിരാപഹ പൃഥിവീ വിശ്വസ്യ ധാരിണി. മുണ്ടകം 2:1-3. ഇവനിൽ നിന്നും ജായതേ പ്രാണഹ, പ്രാണനുണ്ടായിരിക്കുന്നു. മനസ്സർവേന്ദ്രിയാണി ച, മനസ്സ് ഇവനിൽ നിന്നുണ്ടായി. സർവ്വ ഇന്ദ്രിയങ്ങളും ഇവനിൽ നിന്നുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണല്ലോ നമ്മൾ നമ്മുടേതായിട്ട് കൊണ്ട് നടക്കുന്നത്, ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ. അതായത് അന്തര്യാമിയായിട്ട് ഒരുവൻ്റെ ഹൃദയത്തിൽ യാതൊരുവനിരിക്കുന്നു, അവനിൽ നിന്നാണ് പ്രാണനുണ്ടായത്. മനസ്സർവേന്ദ്രിയാണിച്ച, മനസ്സുണ്ടായത്, സർവേന്ദ്രിയങ്ങളും ഉണ്ടായത്. ഖം വായുർജ്യോതിരാപഹ, ഇത് പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പറയുന്നത്. ഈ പഞ്ചഭൂതങ്ങളും ഉണ്ടായത് എന്ന്. അപ്പം ഭൂതയോനി ഇപ്പം ഏതായി? മുമ്പ് ഭൂതയോനിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ ഭൂതയോനി എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെയൊക്കെ ഈ മന്ത്രങ്ങളിലൊക്കെ കാണിക്കുന്നത്. ഏതസ്മാത് ജായതേ പ്രാണഹ തുടങ്ങിയിട്ടുള്ളതിനകത്തൂടെ ഖം വായുർജ്യോതിരാപഹ പൃഥിവീ വിശ്വസ്യ ധാരിണി, ഈ വിശ്വത്തെയും ധരിക്കുന്ന, അതായത് ഈ ഭൂമി, ആ ഭൂമിയും ഉൾപ്പെടെയുള്ള സകലത്തും ഇവിടെ ഉണ്ടായത് ഇവനിൽ നിന്ന് തന്നെയാകുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് കാണാം ആരാണ് അദൃശ്യം എന്നുള്ള പ്രയോഗത്തിലൂടെ ഈ മുണ്ടകോപനിഷത്തിൻ്റെ ഈ ഭാഗത്ത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അത് സാക്ഷാൽ ബ്രഹ്മത്തെ തന്നെയാകുന്നു. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.